നിങ്ങൾ വളരെയധികം തലപുകഞ്ഞാലോചിക്കുന്ന ആ 10 വർഷത്തെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയത്തെ തടഞ്ഞു നിർത്തുന്നതെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കോളേജ് പഠനം പൂർത്തിയാകുമ്പോഴേക്കും നമ്മുടെ ഭാവി മുഴുവൻ തീരുമാനിക്കണമെന്ന് കുട്ടിക്കാലം മുതൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞെട്ടിപ്പിക്കുന്നൊരു രഹസ്യമിതാ: ലോകത്തിലെ ഏറ്റവും സംതൃപ്തരും സമ്പന്നരുമായ ആളുകൾ കർശനമായ പ്ലാനുകളെ ആശ്രയിക്കുന്നില്ല. അവർ ലളിതവും ശക്തവുമായ ഒരൊറ്റ വാക്കിനെയാണ് ആശ്രയിക്കുന്നത്: വ്യക്തത. നിങ്ങൾ കോടിക്കണക്കിന് ഡോളർ കൈകാര്യം ചെയ്യുന്ന ഒരു മികച്ച വെൽത്ത് മാനേജറോ അല്ലെങ്കിൽ ഒന്നാം നിര ഷോയിൽ അഭിനയിക്കുന്ന പ്രശസ്തയായ ഒരു ഇന്ത്യൻ ടിവി നടിയോ ആകട്ടെ, നിങ്ങളുടെ ഏറ്റവും മികച്ച പ്ലാൻ കീറിക്കളയുന്നതാകാം നിങ്ങളെടുക്കുന്ന ഏറ്റവും മികച്ച തീരുമാനം. ഒരു ജോലിയിൽ കുടുങ്ങിപ്പോയതായി നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെയായിരിക്കുമെന്നോർത്ത് സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ തീർച്ചയായും ഇത് അവസാനം വരെ കാണണം. സുരക്ഷയോടും മുൻകൂട്ടി കാണാൻ കഴിയുന്ന വഴികളോടും അമിത താൽപ്പര്യമുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് ഇതിനകമുള്ളത് നഷ്ടപ്പെടുമോ എന്ന ആഴത്തിലുള്ള ഭയമാണ് നാം നേരിടുന്ന പ്രധാന പ്രശ്നം. ഇത് യഥാർത്ഥ സംതൃപ്തിക്ക് പകരം കർശനമായ നിയന്ത്രണങ്ങളുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. നമുക്കൊരു സ്ഥിരമായ ജോലി ലഭിക്കുന്നു, അത് സുരക്ഷിതമാണെന്ന് തോന്നുന്നതുകൊണ്ട് നാം അത് മുറുകെ പിടിക്കുന്നു. കൂടാതെ പ്രസിദ്ധമായ ആളുകൾ എന്തു പറയും എന്നതിനെ നാം ഭയപ്പെടുന്നു. വഴിമാറി നടക്കാൻ ധൈര്യപ്പെട്ടാൽ സമൂഹം എന്തു പറയും എന്ന ഭയം. ഒരു എഞ്ചിനീയറായോ അക്കൗണ്ടന്റായോ കരിയർ ആരംഭിച്ചാൽ ഒരു എഞ്ചിനീയറായോ അക്കൗണ്ടന്റായോ തന്നെ മരിക്കണമെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത്? കാരണം നമ്മുടെ ആന്തരിക ശബ്ദത്തെ വിശ്വസിക്കുന്നതിനു പകരം പുറമേ നിന്നുള്ള അംഗീകാരം തേടാനാണ് ചെറുപ്പം മുതൽ നമ്മെ വളർത്തുന്നത്. അജ്ഞാതമായതിനെ നമുക്ക് ഭയമാണ്. സമ്പത്തിന്റെയും സാമ്പത്തികത്തിന്റെയും ലോകത്ത് ആളുകൾ സമ്പാദിക്കുന്ന ഓരോ രൂപയും സ്വരൂപിച്ചുവെച്ച് അവസാനമായി ജീവിക്കാൻ തുടങ്ങാൻ 80 വയസ്സാകുന്നതുവരെ കാത്തിരിക്കുന്നതുപോലെയാണ് ഈ പ്രശ്നം കാണപ്പെടുന്നത്. അവർ ഫിനാൻഷ്യൽ പ്ലാൻ കൃത്യമായി പിന്തുടരുന്നു, പക്ഷേ സന്തോഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ അവർ പൂർണ്ണമായും മറക്കുന്നു. സ്ക്രോൾ ചെയ്യുന്നത് നിർത്തി ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റിയേക്കാം. സമൂഹം നിങ്ങളോട് ചെയ്യാൻ പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യുന്നുവെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ സുരക്ഷിതമായ ജോലിയിൽ തുടരുന്നു, ദീർഘകാല പ്ലാൻ പിന്തുടരുന്നു, പണം ലാഭിക്കുന്നു, ഒരിക്കലും ഒരു റിസ്ക്കും എടുക്കുന്നില്ല. നിങ്ങളുടെ വാർദ്ധക്യകാലത്തേക്കൊന്ന് പോയി നോക്കൂ. നിങ്ങൾക്ക് വലിയൊരു ബാങ്ക് അക്കൗണ്ടുണ്ട്, പക്ഷേ യാത്ര ചെയ്യാൻ നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് ശക്തിയില്ല. നിങ്ങളുടെ ഊർജം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നിങ്ങൾ നിഷേധിച്ച അനുഭവങ്ങളെക്കുറിച്ചോർത്ത് നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ജീവിച്ചു തീർത്തു, പക്ഷേ യഥാർത്ഥത്തിൽ ഒരിക്കലും ജീവിച്ചില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. രസകരമായൊരു പോഡ്കാസ്റ്റ് സംഭാഷണത്തിൽ വെൽത്ത് മാനേജർ ബോബ് ഹോൾട്ട് പങ്കുവച്ചത് ഇങ്ങനെയാണ്: കൂട്ടുപലിശയിലൂടെ ധാരാളം പണവുമായി ആളുകൾ വാർദ്ധക്യത്തിലെത്തുന്നു. എന്നാൽ ചെറുപ്പത്തിലും ആരോഗ്യത്തിലുമായിരിക്കുമ്പോൾ ആ ഫാമിലി ട്രിപ്പ് പോയില്ലല്ലോ എന്ന കുറ്റബോധം അവരെ തളർത്തുന്നു. ആഫ്രിക്കയിലേക്ക് അവരുടെ സ്വപ്നയാത്ര ബുക്ക് ചെയ്ത പ്രായമായൊരു ദമ്പതികളെക്കുറിച്ചുള്ള ശക്തമായൊരു കഥ അദ്ദേഹം പങ്കുവച്ചു. ഫ്ലൈറ്റ് യാത്ര താങ്ങാനുള്ള ശാരീരിക ഊർജ്ജമില്ലാത്തതിനാൽ പോകാൻ നേരം അവർക്കത് റദ്ദാക്കേണ്ടി വന്നു. 5 വർഷം മുമ്പ് അവർ അത് ചെയ്യണമായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരുടെ പ്ലാനുകൾ അവരുടെ ജീവിതം വൈകിപ്പിച്ചു. ഇന്ന് നിങ്ങളെ ഉത്കണ്ഠയിലും കുറ്റബോധത്തിലും കൊടുക്കുന്നുവെങ്കിൽ ഭാവിയിലേക്കുള്ള പ്ലാനിംഗ് തികച്ചും ഉപയോഗശൂന്യമാണ്. ഇതിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രരാകാമെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന അവിശ്വസനീയമായൊരു യാഥാർത്ഥ്യജീവിത ഉദാഹരണം ഞാൻ നൽകാം. സാഥ് നിഭാന സാഥിയ എന്ന വമ്പൻ ഹിറ്റ് ടിവി ഷോ ഓർക്കുന്നുണ്ടോ? അതിൽ പ്രധാന വേഷം ചെയ്ത രുച ഹസബ്നിസ് എന്ന നടി പരമ്പരാഗത ജീവിത പദ്ധതിയുടെ മിഥ്യാധാരണയെ പൂർണ്ണമായും തകർക്കുന്നൊരു പാതയാണ് സ്വീകരിച്ചത്. സാധാരണ ഇടത്തരം കുടുംബത്തിൽ വളർന്ന അവളുടെ ആദ്യ പ്രണയം സ്പോർട്സിനോടായിരുന്നു. കൂടാതെ ഒരു അത്ലറ്റാകാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. അവൾക്ക് ഒന്നിലും എത്താൻ കഴിയില്ലെന്ന് ഒരു അധ്യാപിക അവളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ അവൾ തളർന്നില്ല. അവൾ അവളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. ഒരു മികച്ച കോർപ്പറേറ്റ് ജോലി നേടുന്നതിനായി കമ്പനി സെക്രട്ടറി, നിയമബിരുദം എന്നിവ പഠിക്കാൻ തുടങ്ങി. ജീവിതം തികച്ചും സുരക്ഷിതമാണെന്ന് തോന്നി. പക്ഷേ നിൽക്കൂ, ഇവിടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ഒരു ഓഡിഷൻ കോൾ വന്നു. അവൾ വലിയൊരു വിശ്വാസത്തോടെ അതിന് തയ്യാറായി. താമസിയാതെ ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ വീടുകളിലെത്തുന്ന ഒരു ഷോയിൽ അവൾ അഭിനയിച്ചു. സ്വിറ്റ്സർലാൻഡിൽ ഷിഫോൺ സാരികളിൽ അവൾ ഷൂട്ട് ചെയ്തു. ലോകമെമ്പാടുമുള്ള ആരാധകരെ കണ്ടു. ആ ഷോ 10ലധികം ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യപ്പെട്ടു.
എന്നാൽ അവളുടെ കഥ എങ്ങനെ അവസാനിക്കുമെന്ന് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അവൾ അചിന്തനീയമായ ഒന്ന് ചെയ്തു. അവളുടെ വലിയ താരപദവിയുടെ ഏറ്റവും ഉയർന്ന നിരയിൽ നിൽക്കുമ്പോൾ അവൾ അതിൽ നിന്നും പിന്മാറി. ചുറ്റുമുള്ള എല്ലാവരും അവളെ ഭ്രാന്തിയെന്ന് വിളിച്ചു. അവൾ അവളുടെ താരപദവി വലിച്ചെറിയുകയാണെന്നും പിന്നീടതിൽ വളരെയധികം പശ്ചാത്തപിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. എന്നാൽ മിക്ക ആളുകൾക്കും അറിയാത്തൊരു കാര്യം അവൾക്കറിയാമായിരുന്നു. ജീവിതം പല അധ്യായങ്ങളായാണ് സംഭവിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. മാതാപിതാക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനും അവളുടെ ഉറ്റ സുഹൃത്തിനെ വിവാഹം കഴിക്കാനും മാതൃത്വം സ്വീകരിക്കാനും ആ പേജ് മറിക്കാൻ അവൾ ആഗ്രഹിച്ചു. അവൾ ആഴത്തിലുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞു. കുട്ടികൾ നിങ്ങളുടെ സ്ക്രീനിലെ സാന്നിധ്യം ശ്രദ്ധിക്കുന്നില്ല. അവർ നിങ്ങളുടെ യഥാർത്ഥ സാന്നിധ്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു അത്ലറ്റിൽ നിന്ന് ഒരു കോർപ്പറേറ്റ് പ്രൊഫഷണലായും പിന്നീടൊരു TV താരമായും ഒരമ്മയായും സ്റ്റാർട്ടപ്പ് സ്ഥാപകയുമായി അവൾ പരിണമിച്ചു. നിങ്ങൾക്ക് പരിണമിക്കാനും വിവിധ അധ്യായങ്ങളുടെ ആകെത്തുകയാകാനും തീർച്ചയായും അവകാശമുണ്ടെന്ന് അവൾ തെളിയിച്ചു. ഇപ്പോൾ നിങ്ങളോട് തന്നെ ഇത് ചോദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മുമ്പേ അവസാനിച്ച ഒരു അധ്യായത്തെ നിങ്ങൾ ഇപ്പോഴും മുറുകെ പിടിക്കുകയാണോ? കാരണം ഈ ആശയം അഭിനേതാക്കൾക്ക് മാത്രമല്ല ബാധകമാകുന്നത്. കോർപ്പറേറ്റ് സാമ്പത്തിക ലോകത്തെ ഏറ്റവും ഉയർന്ന തലങ്ങൾക്കും ഇത് ബാധകമാണ്. ബോബ് ഹോൾട്ടിനെ കാണുക. വാണിജ്യ നിക്ഷേപ ബാങ്കിങ്ങിൽ വളരെ വിജയകരമായൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ബോബ് 25 വർഷം ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനായും സുരക്ഷിതമായിരുന്നു. എന്നാൽ 2009-ൽ ദാരുണമായൊരു വഴിത്തിരിവ് അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. സാമ്പത്തിക മാന്ദ്യം ബാങ്കിംഗ് വ്യവസായത്തെ തകർത്ത അതേ സമയത്ത് തന്നെ നീണ്ട അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഭാര്യയെ നഷ്ടപ്പെട്ടു. പരിഭ്രാന്തനാകാനും മറ്റൊരു കർശനമായ പ്ലാനിലേക്ക് കടക്കാനും ശ്രമിക്കുന്നതിനു പകരം മകളോടൊപ്പം വീട്ടിൽ കഴിയാൻ അദ്ദേഹം 1 വർഷത്തെ പൂർണ്ണമായ ഇടവേളയെടുത്തു. തന്റെ സവിശേഷമായ കഴിവുകൾ എന്താണെന്നും തനിക്കെങ്ങനെ വ്യക്തിപരമായി യഥാർത്ഥ സ്വാധീനം ചെലുത്താനാകുമെന്നതിനെക്കുറിച്ചും വ്യക്തത തേടിക്കൊണ്ട് ആ സ്വസ്ഥമായ സമയം ആഴത്തിലുള്ള ചിന്തകൾക്കും പ്രാർത്ഥനകൾക്കുമായി അദ്ദേഹം ഉപയോഗിച്ചു. ആ വ്യക്തത 0-ൽ നിന്ന് തുടങ്ങിക്കൊണ്ട് തന്റെ കരിയർ വെൽത്ത് മാനേജ്മെന്റിലേക്ക് പൂർണ്ണമായും തിരിച്ചുവിടാൻ അദ്ദേഹത്തെ നയിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ കമ്പനി $1 ബില്യൺ കൈകാര്യം ചെയ്യുന്നു. വിധവകളെ അവരുടെ ഏറ്റവും പ്രയാസകരമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകാൻ സഹായിക്കുന്നതിന് അദ്ദേഹം തന്റെ സ്വന്തം ദുഃഖകരമായ അനുഭവത്തെ ഉപയോഗിക്കുന്നു. സങ്കീർണമായ ജീവിത പദ്ധതികളേക്കാൾ വ്യക്തതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് അദ്ദേഹം തന്റെ യഥാർത്ഥ സൂപ്പർ പവർ കണ്ടെത്തി. അതുകൊണ്ട് കർശനമായ പ്ലാനിങ്ങിന്റെ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനും ഈ രീതിയിലുള്ള സ്വാതന്ത്ര്യം കണ്ടെത്താനും നമുക്ക് സാധിക്കും. അശ്രദ്ധമായി പ്രവർത്തിക്കുക എന്നതല്ല ഇതിനുള്ള പരിഹാരം, മറിച്ച് സങ്കീർണതകൾ മാറ്റി പകരം വ്യക്തത കൊണ്ടുവരിക എന്നതാണ്. നിങ്ങൾക്കിതെങ്ങനെ ചെയ്യാമെന്നിതാ. ആദ്യം നിങ്ങളുടെ വ്യക്തിപരമായ സൂപ്പർ പവർ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് തരക്കേടില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അനന്തമായ ഊർജ്ജം നൽകുന്ന, നിങ്ങൾക്ക് ദിവസം മുഴുവൻ ചെയ്യാൻ കഴിയുന്ന, ക്ഷീണിതനാകുന്നതിനു പകരം പൂർണ്ണമായി ജീവിക്കുന്നു എന്ന തോന്നലോടെ വീട്ടിൽ പോകാൻ കഴിയുന്ന പ്രത്യേക കാര്യമാണിത്. ഒരു 10 വർഷത്തെ പ്ലാനിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ തന്നെ നിർബന്ധിക്കുന്നത് നിർത്തുക. അടുത്തതായി, നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്ത അധ്യായങ്ങളായി കാണാൻ നിങ്ങൾ തുടങ്ങണം. ഒരധ്യായം പൂർണ്ണമായെന്ന് തോന്നുമ്പോൾ ഭയം കാരണം അതിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ പേജ് മറിക്കുന്നത് തികച്ചും സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിലവിൽ ഒരു കോർപ്പറേറ്റ് അധ്യായത്തിലാണുള്ളതെങ്കിലും നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ കഠിനാധ്വാനത്തോടെയും ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയും ആ മാറ്റത്തിനായി പ്ലാൻ ചെയ്യാൻ തുടങ്ങുക. ഒരു രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതം തകർക്കേണ്ടതില്ല. അഭിനയം പരാജയപ്പെട്ടാൽ തനിക്കെപ്പോഴും കോർപ്പറേറ്റ് ഡിഗ്രിയിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് റുച്ച ഹസബ്നിസിന് അറിയാമായിരുന്നു. നിങ്ങൾക്കൊരു സുരക്ഷാവല നൽകുക, എന്നാൽ ആ സുരക്ഷാവല ഒരിക്കലും ഒരു സ്ഥിരമായ കൂട്ടാക്കി മാറ്റാൻ അനുവദിക്കരുത്. അവസാനമായി, പുറത്തുനിന്നുള്ള ശബ്ദങ്ങളെ നിങ്ങൾ നിർദ്ദയം ഒഴിവാക്കേണ്ടതുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറാൻ തീരുമാനിച്ചാൽ ആളുകൾ ഉടൻ തന്നെ അവരുടെ സ്വന്തം അരക്ഷിതാവസ്ഥ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കും. നിങ്ങൾക്ക് ഭ്രാന്താണോ എന്നവർ ചോദിക്കും. ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി നിങ്ങൾ അപാരമായ ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയും നിങ്ങളുടെ ആന്തരികമായ വ്യക്തതയെ പൂർണ്ണമായി ആശ്രയിക്കുകയും വേണം. നിങ്ങൾ കാണുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു വിദൂര ഭാവിക്കു വേണ്ടി സമ്പത്ത് ശേഖരിക്കാൻ മാത്രമല്ല, മറിച്ച് ഇന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ ജീവിക്കാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നതിനായി നിങ്ങളുടെ സാമ്പത്തിക പ്ലാനിംഗ് ഉപയോഗിക്കുക. ഇന്ന് നിങ്ങൾ വരുത്തേണ്ട വലിയൊരു മാനസിക മാറ്റം ഇതാ. വിജയം ഒരു നേർരേഖയല്ല, തെറ്റുകൾ ഒഴിവാക്കുക എന്നതുമല്ലാതെ ധൈര്യത്തോടെ വഴിമാറി നടക്കുന്നതിലാണ് യഥാർത്ഥ വിജയമുള്ളത്. നിങ്ങൾക്ക് പരിണമിക്കാൻ അവകാശമുണ്ട്.
നിങ്ങളെ തന്നെ ഒരൊറ്റ രൂപത്തിൽ എന്നേക്കുമായി നിലനിർത്തേണ്ട ആവശ്യമില്ല. തന്റെ ടെഡെക്സ് സംഭാഷണത്തിൽ റുച്ച മനോഹരമായി പറഞ്ഞതുപോലെ, യാതൊന്നും പാഴാകുന്നില്ല. നിങ്ങൾ ജീവിക്കുന്ന ഓരോ അധ്യായത്തിൽ നിന്നും വിലപ്പെട്ട പാഠങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. നിങ്ങളുടെ പരാജയങ്ങളും പെട്ടെന്നുള്ള കരിയർ മാറ്റങ്ങളും ഹൃദയഭേദകമായ അനുഭവങ്ങളുമെല്ലാം നിങ്ങളുടെ അടുത്ത മികച്ച ഘട്ടത്തിനായുള്ള തയ്യാറെടുപ്പും പരിശീലനവും മാത്രമാണ്. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കാൻ മറ്റാരുടെയെങ്കിലും അനുവാദത്തിനായി കാത്തിരിക്കുന്നത് നിർത്താനുള്ള സമയമായി. നിങ്ങളുടെ കഴിവുകളെ ശ്വാസം മുട്ടിക്കുന്ന കർശനമായ 10 വർഷത്തെ പ്ലാൻ ഉപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തത തേടാൻ തുടങ്ങുക. നിങ്ങളുടെ നിലവിലെ അധ്യായം ഉൾക്കൊള്ളുക, കഠിനാധ്വാനവും ആത്മാർത്ഥതയും പ്രയോഗിക്കുക, എന്നാൽ ധീരരാകാനും സമയം വരുമ്പോൾ അടുത്ത പേജിലേക്ക് മറിക്കാനും ഒരിക്കലും ഭയപ്പെടരുത്. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ തൊടുകയും നിങ്ങൾക്ക് ആവശ്യമായ വ്യക്തത നൽകുകയും ചെയ്തുവെങ്കിൽ ഉടൻ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. താഴെ കമന്റുകളിൽ എന്നോട് പറയുക, നിലവിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് അധ്യായത്തിലാണ് നിങ്ങളുള്ളത്? ആ പേജ് മറിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും തയ്യാറാണോ? ധൈര്യത്തോടെയും വ്യക്തതയോടെയും ജീവിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ നമുക്ക് കെട്ടിപ്പടുക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.